മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഈ വരുന്ന സൺഡേ ഒരു അടിപൊളി സർപ്രൈസ് നമ്മളുടെ എക്സാമിനർ തരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സൺഡേ സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച്, അതായത് 6ാം ക്ലാസ് മുതൽ +1 വരെയുള്ള നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച് സൺഡേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ളതായിക്കോട്ടെ, 6th മുതൽ 11th വരെയുള്ള ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ചാൻസ് ആണ് ഈ വരുന്ന സൺഡേ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം മിസ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കുട്ടികളുടെ കയ്യിൽ നിങ്ങളുടെ ഫോണിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോവുക, നമ്മളുടെ എക്സാമിനർ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പം ഇതേപോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനിയുള്ള കാര്യങ്ങളെല്ലാം മിസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വരുന്ന സൺഡേ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ 6ാം ക്ലാസ് മുതൽ 11th വരെയുള്ള ഏത് ക്ലാസ്സിലുള്ളതായിക്കോട്ടെ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സൺഡേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചാൻസ് എൻ്റെ മക്കൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ബാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന നമ്മുടെ ഈ ഒരു ബാച്ച് സൺഡേയിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഈ ബാച്ച് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ എക്സാമിനറിൻ്റെ ലേണിംഗ് ആപ്പ് ഗൂഗിളിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ നമ്മളുടെ എക്സാമിനർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്, നിങ്ങളിത് ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്നാണെങ്കിൽ എന്താ കൊടുക്കേണ്ടത്, സൈനപ്പ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആദ്യമായിട്ടാണെങ്കിൽ സൈനപ്പ് കൊടുക്കണം. അതല്ല ഓൾറെഡി മുൻപ് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സാമിനറിൻ്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത്, ഇങ്ങനെ തുറക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സൈനപ്പ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. അപ്പം മിസ് എന്ത് ചെയ്യാണ്, മിസ്സിൻ്റെ പേര് കൊടുക്കുകയാണ്. മിസ്സിൻ്റെ പേരെന്താ, അർച്ചന ടി അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ്, പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ നമ്പർ ആണ് കൊടുക്കാനുള്ളത് അല്ലേ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ, ഇപ്പം നിങ്ങളുടേത് കൊടുക്കാം, നിങ്ങളുടെ അച്ഛൻ്റെത് കൊടുക്കാം, ആരുടെ ആയാലും കൊടുക്കാം. പക്ഷേ ആ ഫോണ് കയ്യിലുണ്ടാവണം, കാരണം ഇതിനകത്തൊരു OTP വരും. അപ്പോൾ അതുകൂടെ അടിച്ചു കൊടുക്കാനുണ്ട്. അപ്പം മിസ് എന്ത് ചെയ്യാണ്, ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു. അടുത്തതായിട്ട് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഇമെയിൽ ID ഉണ്ടാവില്ലേ എന്തെങ്കിലും, ഇപ്പോൾ മിസ്സിൻ്റെയൊക്കെ ആണെങ്കിൽ archana@gmail.com, അതേപോലെ നിങ്ങൾക്കൊരു മെയിൽ ID ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയോ ആരുടെയാന്ന് വെച്ചാൽ ആ മെയിൽ ID അവിടെ അടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് എന്താ, നിങ്ങളുടെ ജില്ല ഏതാണോ അത് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, ഇപ്പം നിങ്ങൾക്ക് 6ാം ക്ലാസ്സിലാണെങ്കിൽ 6ാം ക്ലാസ് കൊടുക്കാം, 7ാം ക്ലാസ് ആണെങ്കിൽ 7ാം ക്ലാസ് കൊടുത്താൽ 8, 9, 10, +1 ഏതാണോ നിങ്ങളുടെ ക്ലാസ്. അപ്പം മിസ് തൽക്കാലം ഇവിടെ എന്ത് കൊടുക്കുകയാണ്, 11th കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ബോർഡ്, അതായത് നിങ്ങൾ CBSE ആണോ അതോ സ്റ്റേറ്റ് സിലബസ് ആണോ, അല്ല നിങ്ങൾ പിന്നെ എന്താ കൊമേഴ്സ് ആണ്. അപ്പോൾ +1ലാണെങ്കിൽ നമുക്ക് കൊമേഴ്സിൻ്റെ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. അപ്പം മിസ് തൽക്കാലം കേരള സ്റ്റേറ്റ് സിലബസ് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മളുടെ എക്സാമിനറിൻ്റെ ഇപ്പം നമുക്ക് കൊമേഴ്സിനാണെങ്കിൽ കൊമേഴ്സ്, JEE ആണെങ്കിൽ അതായത് JEE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം മിസ് തൽക്കാലം ഇവിടെ ക്ലാസ് 11 എക്സാം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് സൈൻ അപ്പ് യൂസിങ് OTP എന്ന് കാണാം ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ അതിനാണ് മിസ് പറഞ്ഞത്, നിങ്ങൾ ഏത് ഫോണാണോ ഉപയോഗിച്ചത് ആ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. മൊബൈൽ നമ്പർ ഉള്ള ആ ഫോണ്, നിങ്ങളിവിടെ കൊടുത്ത മൊബൈൽ നമ്പർ ഉള്ള ആ ഫോണ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് യൂസിങ് OTP എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് വരും, നമ്മുടെ ഫോണിലൊരു OTP വരും. അപ്പോൾ ആ OTP എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ OTP എന്ത് ചെയ്യുന്നു, നമ്മളിത് ഇവിടെ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ മിസ്സിൻ്റെ OTP മിസ് ഇവിടെ അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ OTP അടിച്ചു, കൺഫേം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ടാകും, നമ്മളുടെ ആ ഒരു ബാച്ച് അല്ലെങ്കിൽ നമ്മളുടെ മെയിൻ പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇവിടെ എന്ത് കാണുന്നുണ്ടാവും, ഒരു കാർട്ടിൻ്റെ ഐക്കൺ കാണാം അല്ലേ. അപ്പോൾ ആ കാർട്ടിൻ്റെ ഐക്കണിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മുടെ സൺഡേ സർപ്രൈസ് ബാച്ച് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെ ഏറ്റവും താഴെയുള്ള ഈ നീല കളറിലുള്ള കാർട്ടില്ലേ, ഒരു നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന ആ ഒരു ഐക്കണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് എപ്പോഴാണ്, ഒരൊറ്റ ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ, സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, ഈ സൺഡേ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സർപ്രൈസ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാം,
0 പൈസയാണ്, നിങ്ങൾ 1 രൂപ പോലും കൊടുക്കേണ്ട. അപ്പോൾ ബൈ നൗയിലേക്ക് പോകാം. എന്നിട്ട് എന്ത് ചെയ്യാം? പ്രൊസീഡ് ബില്ലിംഗ് കൊടുക്കുക, മേക്ക് പേയ്മെൻറ്റ് തന്നെ കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. 2 തവണ പ്രൊസീഡ് ചെയ്യുന്നു, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി നിങ്ങൾ ഏതാണ്? +1 ആണോ? നിങ്ങൾ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ +1 ആണെങ്കിൽ +1, 10ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ്. അതല്ല നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്താ? 6ാം ക്ലാസ് ആണെങ്കിൽ 6ാം ക്ലാസ്, 7ാം ക്ലാസ് ആണെങ്കിൽ 7ാം ക്ലാസ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ ഹോം ഉണ്ട്, വീഡിയോ ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. ഇതിൽ ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇവിടെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണ്? ഇപ്പോൾ 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബയോളജി കാണാൻ പറ്റും. ബയോളജിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ് ആണെങ്കിൽ മാത്സ് ഇവിടെ ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ഏത് ക്ലാസ് ആണോ, ഏത് ക്ലാസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഫുൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു 1 ഡേ പീരിയഡാണ്. സൺഡേ മാത്രമുള്ള ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും, നിങ്ങൾ 6, 7, 8, 9, 10 +1, നിങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൺഡേ ഉള്ള നമ്മുടെ ഫ്രീ ബാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സൺഡേ സർപ്രൈസ് ബാച്ചും കാണാൻ പറ്റും. പക്ഷേ ഇതിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് സൺഡേ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സൺഡേ സർപ്രൈസ് ബാച്ച് പർച്ചേസ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? സൺഡേ കറക്റ്റ് എൻ്റെ മക്കൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. ആദ്യം സൈനപ്പ് ചെയ്യണം. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ ID. ഓക്കെ, നിങ്ങൾ ഏത് ക്ലാസ് ആണോ അത് കൊടുക്കുക. സ്റ്റേറ്റ് സിലബസ് ആണോ, കേരള സിലബസ് ആണോ, CBSE ആണോ, അതോ നിങ്ങൾ കൊമേഴ്സ്? ഇപ്പോൾ +1 മക്കളാണെങ്കിൽ കൊമേഴ്സ് ഉണ്ടാകും. പിന്നെ എക്സാം ഏതാണോ? അപ്പോൾ നിങ്ങൾ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള JEE NEET അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ എക്സാം ഉണ്ടാകും. അത് കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്യുന്നു. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എന്ത് വരും? ഒരു OTP വരും. അത് അടിച്ചു കൊടുക്കുന്നു. സിമ്പിൾ. ഇത് നേരെ കാർട്ടിലേക്ക് പോയി അല്ലേ? നമ്മൾ നേരെ എന്ത് ചെയ്തു? കാർട്ടിലേക്ക് പോയി നമ്മളെ സൺഡേ സർപ്രൈസ് ബാച്ച് പർച്ചേസ് ചെയ്തു. 2 തവണ പ്രൊസീഡ് കൊടുത്താൽ മതി. ഇവിടെ നിൽക്കുന്നു, എന്നിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക, നേരെ ക്ലിക്ക് ചെയ്യുക, നമ്മൾക്ക് കിട്ടി. എന്നിട്ട് നേരെ ഹോമിൽ വന്ന് എൻ്റെ മക്കൾക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആരും തന്നെ ഈ ഒരു കാര്യം മിസ് ഔട്ട് ചെയ്യരുത്. അത് മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പം തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ.